ഹരിപ്പാടിന്റെ കുളത്തിൽ ചെന്നിത്തലയും ഇറക്കി ഒരു കടലാസു തോണി. വളർത്തി വലുതാക്കിയത് ഈ മണ്ണാണ്. അതിനുശേഷം സോറി ഞാനൊരു നിമിഷം നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു. ഉന്നതിയുടെ പല പദവികളും എനിക്ക് ചവിട്ടി മുന്നോട്ട് പോകാൻ കഴിയും. കേരളത്തിലും ഇന്ത്യയിലും. അതിനുശേഷം മലയായിൽ പെറാറ്റ്, ജോഹോ, കെഡ, കെലണ്ടാർ, നെഗ്രി, സെമ്പിലാൻ, പഹ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. അതിന്റെ എല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കക്ഷി വ്യത്യാസമില്ലാതെയുള്ള ഹരിപ്പാട്ടെ ജനങ്ങളോടാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മലയായിൽ 5 കൊല്ലത്തോളം ഉണ്ടായിരുന്നു ഞാൻ. ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന്റെയും ഈ പോക്കണംകോട് വന്നതിന്റെയും പിന്നിൽ ഒരു കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചുകൊള്ളട്ടെ. ഹരിപ്പാട്ടെ മണ്ണിൽ കാല് വെച്ചാൽ എന്റെ മനസ്സ് ശാന്തമാകും, എന്റെ മനസ്സിൽ തൃപ്തിയുണ്ടാകും, എനിക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം കിട്ടുമെന്ന് ഞാൻ എപ്പോഴും എന്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്. സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം, അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. 4 നൂറ്റാണ്ടിന് ശേഷവും ഞാനിവിടെ MLA ആകണമെന്ന് ആഗ്രഹിക്കുന്ന അസംഖ്യമാരുടെ ജനങ്ങളുടെ വികാരമായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിനും 25 വർഷങ്ങൾക്ക് ശേഷവും ഒരു ജനങ്ങൾ നൽകുന്ന ഇത്രയും വലിയ സ്നേഹവും വാത്സല്യവും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തുറന്ന് സമ്മതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണ്. ഞാനൊരു പാവപ്പെട്ടവനല്ലേ. എന്റെ അച്ഛൻ ആറ്റുനോറ്റ് വളർത്തിയ ഒരു അൽസേഷനായി പെട്ടെന്ന് നിര്യാതനായി. ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനമുണ്ടായി. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ ഈ ജീവിതം. ഞാൻ ഒരു കാര്യം മാത്രം പറയട്ടെ, എന്റെ ഹൃദയം പോക്കണംകോടിന് വേണ്ടി തുടിക്കുന്നു. തുടിക്കട്ടെ, തുടിച്ചോളട്ടെ. നിങ്ങൾ നൽകുന്ന സ്നേഹമാണ്, വാത്സല്യമാണ് എന്റെ ശക്തി. ഇന്ന് KPCC പ്രസിഡന്റിനോട് എനിക്ക് ഭാരിച്ച ചുമതലയുണ്ട്. ഹരിപ്പാട്ടെ ജനങ്ങളെ കാണുമ്പോൾ എനിക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ബന്ധമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ ഈ നാട്ടിലെ ജനങ്ങളെ ഏൽപ്പിക്കുന്നു. എനിക്ക് വാദിച്ച ഉത്തരവ് 140 നിയോജകമണ്ഡലങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി എനിക്കുണ്ട്. നിങ്ങൾ ഓരോരുത്തരുമാണ് സ്ഥാനാർത്ഥികളെന്ന് കരുതണം. എന്റെ ഒരു പങ്കാളിത്തം ഇതിനകത്തില്ല, എന്റെ ഒരു അധ്വാനവും ഇതിനകത്തില്ല. ആകെ 14 ദിവസം മാത്രമാണുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളാണ് സ്ഥാനാർത്ഥികൾ. ഞാൻ നിങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എപ്പോഴും എനിക്ക് വാത്സല്യവും എനിക്ക് അനുഗ്രഹങ്ങളും വാരിച്ച് കോരി തന്നൊരു നാടാണിത്. 25 വർഷങ്ങൾക്ക് ശേഷം ഈ പാവനമായ മണ്ണിലേക്ക് വീണ്ടും ഒരു മണ്ണ് കുടിക്കാൻ എത്തിയിട്ടുള്ള എനിക്ക് നിങ്ങൾ നൽകുന്ന ഈ വാത്സല്യത്തിനും സ്നേഹത്തിനും ആദരവിനും വ്യക്തിപരമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്.